SSC വഴി വിളിച്ചിട്ടുണ്ടായിരുന്ന ഫേസ് നോട്ടിഫിക്കേഷനിലെ ചില പോസ്റ്റുകൾ നമ്മൾ പരിചയപ്പെടുത്തി വന്നിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് മറ്റൊരു പോസ്റ്റ് നമ്മൾ പരിചയപ്പെടുത്തിയതാണ്. അതുപോലെ തന്നെ മറ്റൊരു പോസ്റ്റാണ് ഫീൽഡ്മാൻ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫീൽഡ് അസിസ്റ്റന്റ് ആണ്. ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇത് കേരള കർണാടക റീജിയൻ്റെ കീഴിൽ വരുന്നതാണ്. പക്ഷേ ഇതിൻ്റെ പ്ലേസ്മെൻറ്റ് നിങ്ങൾക്ക് അധികം ഉണ്ടാകുക കർണാടക ആയിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ പോസ്റ്റ് കോഡ്. സദേൺ പാർട്ടിലായിരിക്കും ഇന്ത്യൻ്റെ ഇതിൻ്റെ പോസ്റ്റിംഗ് ഒക്കെ ഉള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിന് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് പോസ്റ്റ് കോഡാണ്. പോസ്റ്റ് കോഡ് നിങ്ങൾ ഓർത്തിരിക്കാം. പോസ്റ്റ് കോഡായിട്ട് പറഞ്ഞിട്ടുള്ളത് KK 1242 എന്നുള്ളത് പോസ്റ്റ് കോഡിലൂടെയാണ് നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാൻ പറ്റുന്നത്. അപേക്ഷിക്കുന്ന വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തതാണ്. ആ വീഡിയോ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മനസ്സിലാക്കാനായിട്ട് നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. രണ്ടും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിന് മാത്രം അപേക്ഷിക്കാനാണെങ്കിൽ ഇതിൻ്റെ പോസ്റ്റ് കോഡ് മനസ്സിലാക്കി അപേക്ഷിക്കുന്ന വീഡിയോ കണ്ടാൽ മതിയാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് ആണ്. മിനിമം 10ാം ക്ലാസ് ഉള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 10ാം ക്ലാസ് വിത്ത് സയൻസ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. മെട്രിക്കുലേഷൻ വിത്ത് സയൻസ് ആണ് പറയുന്നത്. അല്ലെ ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. ഈ യോഗ്യത ഉള്ളവർക്ക്, അതായത് 10ാം ക്ലാസ് സയൻസ് അത് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. 10ൽ സയൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സയൻസ് ആയിട്ടുള്ള ഫിസിക്സ് കെമിസ്ട്രി അല്ല എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യം തന്നെയാണ്. അത് 10ാം ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അല്ല ഡിപ്ലോമ പറയുന്നത് സെറികൾച്ചറിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. 10ാം ക്ലാസ് മതി കേട്ടോ. 10th ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇനി ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈലിൻ്റെ കീഴിലാണ് നിങ്ങൾക്ക് ഇവിടെ ജോലി ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈലിൻ്റെ കീഴിൽ സെൻട്രൽ സ്കിൽ ബോർഡിൻ്റെ കീഴിലാണ് നിങ്ങൾക്ക് ജോബും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൻ്റെ സാലറി 21,700 മുതൽ 69,100 വരെയാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ 18 to 25 വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കും. മെയിൽ ഫീമെയിൽസ് എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ സാധിക്കും. ഗ്രൂപ്പ് C നോൺ ടെക്നിക്കൽ പോസ്റ്റാണ് ഇത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ടോട്ടൽ ഒഴിവ് 2 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. OBCക്കൊന്നും അതുപോലെ തന്നെ ജനറലിനൊന്നും. നിങ്ങൾക്കറിയാം ഈ ഫേസ് നോട്ടിഫിക്കേഷനിൽ തന്നെ ഏകദേശം 300-ൽ കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുക. അതായത് 300-ൽ കൂടുതൽ ഇതുപോലുള്ള പോസ്റ്റുകളുണ്ട്. അപ്പോൾ അതിലൊക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ പോസ്റ്റിനും വളരെ ചുരുക്കം പോസ്റ്റ് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഫുൾ ഡീറ്റെയിൽസ് ഇപ്പോൾ ഈ പോസ്റ്റിൻ്റെ പാർട്ടുണ്ട്. അപേക്ഷിക്കുന്ന വീഡിയോ പിന്നെ ഇതിൻ്റെ ഫുൾ നോട്ടിഫിക്കേഷനും താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.